أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فالحق والحق أقول لأملأن جهنم منك وممن تبعك منهم أجمعين. قل ما أسألكم عليه من أجر وما أنا من المتكلفين إن هو إلا ذكر للعالمين ولتعلمن نبأه بعد حين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 38-ാം അധ്യായമായ ഈ മാസത്തെ സിലബസ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ്. സൂറത്തു സ്വാദിലെ 83 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. അവസാനം പിശാചുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞതും അതിൽ നിന്ന് ഇബ്ലീസ് വിട്ടുനിന്നതും അവൻ അല്ലാഹുവിനോട് തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ കാലതാമസം നൽകണം എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് ഞാൻ കാലതാമസം നൽകാം, പക്ഷേ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, നിശ്ചിതമായ അറിയപ്പെട്ട സമയത്തിന്റെ ദിവസം വരേക്കും, അഥവാ ലോകാവസാനം വരെ നിനക്ക് ഞാൻ ഒഴിവ് നൽകാമെന്ന് അള്ളാഹുവിന്റെ മറുപടിയും. അവസാനം പിശാച് അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞത്, ഞാൻ മനുഷ്യരെ മുഴുവനും വഴിതെറ്റിക്കും, പക്ഷേ മുഖ്ലസീങ്ങളായ അള്ളാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടക്കുന്ന മുഖ്ലസീങ്ങളായ ആളുകളെ, അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് കഴിയില്ല, അവരല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ട് സത്യം ചെയ്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് റഹ്മാനായ റബ്ബിനോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാചിന് കൊടുക്കുന്ന, ഇബ്ലീസിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് 84-85 ആയത്തുകളിൽ. قال فالحق والحق أقول. قال അല്ലാഹു പറഞ്ഞു ഫൽഹഖു, യഥാർത്ഥം തന്നെയാണ്, അപ്പോൾ യഥാർത്ഥമാണ്, വൽ ഹഖ, സത്യം തന്നെയാണ്, യഥാർത്ഥം തന്നെയാണ്, അഖൂലു, ഞാൻ പറയുന്നു, സത്യമായും യഥാർത്ഥമായി വരാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ് ശേഷമുള്ള ആയത്ത്. ഖാല ഫൽഹഖു വൽഹഖ അഖൂൽ. അല്ലാഹു പറഞ്ഞു, അപ്പോൾ പരമാർത്ഥം ഇതത്രേ, പരമാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണ് ആ പരമാർത്ഥം? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും, ജഹന്നമ, നരകം, ജഹന്നമാകുന്ന നരകം ഞാൻ നിറക്കും. അംല, നിറക്കുക, അംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കും, ജഹന്നമ, നരകം ഞാൻ നിറക്കും, മിൻക, നിന്നെ കൊണ്ട് നിറക്കും, വമിമ്മൻ തബിഅക, നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, നിന്നെ പിൻപറ്റിയവരെ കൊണ്ടും, മിൻഹും, അവരിൽ നിന്ന്, അജ്മഈൻ, എല്ലാം. ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, തീർച്ചയായും നിന്നെ കൊണ്ടും അവരിൽ നിന്ന്, അഥവാ മനുഷ്യരിൽ നിന്ന് നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടുമായി ഞാൻ ജഹന്നം, നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇബ്ലീസിനോട് പറഞ്ഞു. ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ പിശാചിന്റെ കാൽപ്പാടുകൾക്ക് പിന്നാലെ പോയാൽ, പിശാച് പല തോന്നിവാസങ്ങളും ഷിർക്കുകളും ബിദ്അത്തുകളും ഹറാമുകളും വേണ്ടാത്തരങ്ങളും ഒക്കെ അവൻ നല്ലതായി തോന്നിപ്പിക്കുകയും, എന്താ പത് ചെയ്താൽ അതിനെന്താ പ്രശ്നം, അത് നല്ലതല്ലേ എന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് അവൻ വസ്വാസ് ഉണ്ടാക്കും. അവൻ നമ്മുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ ഇട്ടുതരും. അങ്ങനെ വന്നാൽ അല്ലാഹു തആല പറയാല അംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെ കൊണ്ടും നിന്റെ വാക്കുകൾ സ്വീകരിച്ച് എന്റെ വാചകങ്ങളിൽ നിന്ന്, എന്റെ കൽപ്പനകളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള നിന്നെ പിൻപറ്റിയ ആളുകളെ കൊണ്ടു ഞാൻ ജഹന്നം, നരകം നിറക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിന്റെ ശാസന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരാതിരിക്കാൻ, പിശാചിനെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മെ തെറ്റിക്കുക എന്നതാണ്, നമ്മെ സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മെ നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ്, ആ നരകം നിറക്കുക എന്നതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പിശാചിന്റെ കൽപ്പനകളിൽ നിന്ന്, കൽപ്പാടുകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് 86-ാമത്തെ ആയത്ത് മുതൽ മഹാനായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായ ചില കാര്യം പറയുകയാണ്. ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. ഖുൽ, നബിയെ പറയുക, മാ അസ്അലുകും, സഅല ചോദിച്ചു, മാ അസ്അലുകും, മാ അസ്അലു ഞാൻ ചോദിക്കുന്നില്ല, കും നിങ്ങളോട്, മാ അസ്അലുകും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അലൈഹി ഇതിന്റെ പേൽ, ഇതിന്റെ കാരണത്താൽ, ഏതിന്റെ കാരണത്താൽ, അള്ളാഹുവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നു. മരണാനന്തര ജീവിതം രക്ഷ കിട്ടാൻ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പോയാലേ സ്വർഗത്തിലെത്തൂ, ആ വഴി വിട്ടുകൊണ്ടുപോയാൽ സ്വർഗത്തിലെത്താൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതുകളുടെ പേരിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല മിൻ അജ്ർ, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അതിന്റെ പേര് ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് നൽകണം, ഞാൻ ഈ പറഞ്ഞു തരുന്നതിന്റെ പേരിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല. വമാ അന, ഞാനല്ല മിനൽ മുതകല്ലിഫീന, കൃത്രിമം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനും അല്ല. എന്തെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കി സ്വയം നിർമ്മിച്ച് സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനല്ല താനും ഞാൻ. ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. നബിയെ പറയുക, ഞാൻ നിങ്ങളോട് ഈ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമമായി എന്തെങ്കിലും സാഹസം പ്രവർത്തിക്കുന്നവനിൽ പെട്ടവനല്ല താനും, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ കളവ് പറയുന്നവനല്ല, ഞാൻ സത്യസന്ധനാണ്. എന്തെങ്കിലും വേണ്ടാത്തത് നിങ്ങളോട് ഞാൻ ഇതുവരെ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കി ഒരു വലിയൊരു സാഹസം ചെയ്ത് നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു തരുന്നതല്ല. ഇതിന്റെ പേരിൽ ഭൗതികമായ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും കൂലിയും ചോദിക്കുന്നുമില്ല എന്ന് ആ സമൂഹത്തോട് പറയണം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല, ലിൽ ആലമീന, ലോകർക്ക്. ഈ പരിശുദ്ധമായ ഖുർആൻ ലോകർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ഈ പരിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല ഉത്ബോധനം, നിർദ്ദേശം. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താൻ ആവശ്യമായ സ്മരണകളും ഉപദേശങ്ങളും സന്ദേശങ്ങളുമാണ്. അത് ലോകർക്ക് മുഴുവനും ഉള്ളതാണ്. അതല്ലാതെ വേറൊന്നും പരിശുദ്ധമായ ഖുർആനിലില്ല. മനുഷ്യർക്ക് പറ്റാത്ത, മനുഷ്യർക്ക് യോജിക്കാൻ കഴിയാത്ത യാതൊരു കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആനിലില്ല എന്ന് നബിയെ അവരോട് പറയണം. ഈ പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. മുസ്ലിമീങ്ങളുടെ ഒരു ഗ്രന്ഥം മാത്രമല്ല, ലോകത്തിന്റെ മുഴുവനും ഗ്രന്ഥമാണത്. ലോകത്ത് മതമുള്ളവന്റെയും മതം ഇല്ലാത്തവന്റെയും എല്ലാ ആളുകളുടെയും, ആലമീൻ, ലോകരാകുന്ന ലോകർക്ക് മുഴുവനും ഉള്ള, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും
സന്ദേശം നൽകുവാനും ഉപദേശം നൽകുവാനുമുള്ള ഒരു ഉത്ബോധനമാണ്, ദിക്റാണ് പരിശുദ്ധമായ ഖുർആൻ എന്നവരോട് പറയുക. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഒരു സാഹസം പ്രവർത്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഉണ്ടാക്കിയതുമല്ല. എന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദ് അവസാനിക്കുന്നത് സത്യനിഷേധികളായ ആളുകൾക്ക് ഒരു താക്കീത് ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും നിങ്ങൾ അറിയുന്നതാണ് നബഅഹു ഇതിന്റെ വൃത്താന്തം, ഇതിന്റെ വാർത്ത. ബഅദഹീൻ ഒരു കുറഞ്ഞ കാലത്തിന് ശേഷം, ഒരു കുറഞ്ഞ കാലം കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന്റെ വൃത്താന്തം, ഇതിന്റെ വാർത്ത, ഇതിന്റെ ഗൗരവം, ഇത് സ്വീകരിക്കാതിരുന്നതിന്റെ പ്രയാസങ്ങൾ കുറഞ്ഞ കാലം കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും ഇതിന്റെ വൃത്താന്തം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പ്രമാണമായി അതിന്റെ ഉത്ബോധനങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തീർച്ചയായും നബഅഹു ബഅദഹീൻ കുറഞ്ഞ കാലത്തിന് ശേഷം തീർച്ചയായും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും എന്നാണ്. അല്ലെ? ഏതാണ് ഈ കുറഞ്ഞ കാലം? ഈ കുറഞ്ഞ കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല നിലക്ക് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്, മരണവേളയിൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും. എപ്പോഴാണ് മരണം എന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. ഏതായിരുന്നാലും ആ മരണവേളയിൽ, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ പരിശുദ്ധമായ ഖുർആനിനെ സ്വീകരിക്കാതെ നിങ്ങൾ താന്തോന്നികളായി ജീവിച്ചതിന്റെ പരിണിതമായ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അന്ന് നിങ്ങൾ അറിയും എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഖിയാമത്ത് നാളിൽ അറിയും. ആരും സഹായിക്കാനില്ലാത്ത മഹ്ശറാവൻ സഭയിൽ അന്ന് തീർച്ചയായും പരിശുദ്ധ ഖുർആനിനെ ഇമാമായി പ്രമാണമായി അംഗീകരിക്കാത്തതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എങ്ങനെയായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അതിനെ സ്വീകരിക്കാതെ നിഷേധിച്ച ജനത അധികം കാലം താമസിയാതെ അതിന്റെ ഭവിഷ്യത്തും അതിന്റെ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് മരണാനന്തര ജീവിതം പരിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാതെ മരണപ്പെട്ടു പോയാൽ തീർച്ചയായും അവർ അതിന്റെ പ്രയാസം അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും, അതവർ അറിയുക തന്നെ ചെയ്യേണ്ടി വരും എന്ന് ഓരോ വ്യക്തികളും ഭൗതികമായ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതോടുകൂടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഖുർആൻ പഠിതാക്കളാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ കഴിവിന്റെ പരമാവധി പഠിക്കുക, അത് പാരായണം ചെയ്യുക, അത് മനഃപ്പാഠമാക്കുക, ഓരോ ആയത്തുകളെ കുറിച്ചും ചിന്തിക്കുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടുകൂടെ നാം അതിന് മുന്നേറുക, അതിന് സമയം കണ്ടെത്തുക, അതിന് സമ്പത്ത് ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റുന്ന, അതിനെ സ്നേഹിക്കുന്ന, അതിനെ പഠിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഒരാളുടെയും റെക്കമെൻഡ് സ്വീകരിക്കപ്പെടാത്ത പരലോകത്ത് ഖുർആനിന്റെ ശുപാർശ ലഭ്യമാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.